ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 25-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ സ്ക്വയറിംഗ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ സ്ക്വയറിംഗിന്റെ ഒരു 4 പാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഏതൊരു നമ്പർ വന്നു കഴിഞ്ഞപ്പോൾ 2 ഡിജിറ്റ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ 2 ഡിജിറ്റിൽ ഏതൊരു നമ്പർ വന്നു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെ സ്ക്വയർ കണ്ടുപിടിക്കാം എന്നുള്ളതും കൂടെ പഠിക്കാം അല്ലെ. ബാക്കിയുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളതും കൂടെ നമ്മൾ പഠിച്ചാൽ മാത്രമേ സ്ക്വയറിംഗിന്റെ പാർട്ട് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയറിംഗ് ആണ്. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ വന്നു കഴിഞ്ഞാൽ പല നമ്പേഴ്സും, അതായത് ബേസ് നമ്പേഴ്സ്, അതായത് 100-ന് അടുത്തുള്ള നമ്പർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ട്രിക്കിലേക്ക് പോവാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് ഇവിടെ 2 ഡിജിറ്റ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നമ്പർ 52 എടുക്കാം. 52ന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതുപോലെ തന്നെ എഴുതുന്നു 52ന്റെ സ്ക്വയർ അല്ലെ. 52 സ്ക്വയർ നമ്മൾ നോക്കാം. 52 സ്ക്വയർ നമ്മൾ താഴെ എഴുതിയിട്ടല്ല, നേരിട്ട് തന്നെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ നോക്കുക. സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്വയർ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് 50. ഇതുപോലെ ഈ ഒരു പാർട്ട് 5 നമ്മൾ 2 ഡിജിറ്റിന്റെ സ്ക്വയേഴ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 52ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 2 ഇവിടെ ഒരു 2 ഈ ഒരു ഡിജിറ്റ് ആണ് നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് 5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് 2ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ്. നമുക്കറിയാം 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 5ന്റെ സ്ക്വയർ 25 ആണ്. ഇനി 2ന്റെ സ്ക്വയർ അല്ലെ. 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. പക്ഷെ അതിന് പകരം നമ്മൾ എപ്പോഴും എഴുതുന്നത് പോലെ 0 4 എഴുതും. ഓർമ്മിച്ച് നോക്കുക, 52 അല്ലെ 2 ഡിജിറ്റ് ആയതുകൊണ്ട് 0 4 എഴുതുന്നു. 100-ആയിട്ട് ബന്ധപ്പെടുന്ന നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 0 4 എപ്പോഴും 2 ഡിജിറ്റ് എഴുതാൻ നോക്കുക. ഇപ്പൊ 25 0 4 എഴുതി. ഇനി ചെയ്യേണ്ടത് ഈ 5 2 2 അല്ലെ. 5 2 2 ഈ 3 ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 10 ആണ്. 10 × 2 എന്ന് പറയുന്നത് 20 ആണ്. ഓർമ്മിച്ച് വെക്കുക, 5 2 2 ആണ് നമ്പർ. 3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 × 2 is equal to 20 കിട്ടും. ഓർമ്മിച്ച് നോക്കുക, ഇതാണ് ചെയ്യേണ്ട ഒരു മെത്തേഡ്. 20 കിട്ടി. ആ 20 എവിടെ എഴുതണം? ഈ ഫസ്റ്റ് ഡിജിറ്റ് ഒഴിവാക്കുക, 4 ഒഴിവാക്കുന്നു. ബാക്കി അടുത്ത ഡിജിറ്റ് മുതൽ ഈ നമ്പർ എഴുതുന്നു 20 അല്ലെ. ഫസ്റ്റ് ഡിജിറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡിജിറ്റിന് താഴെ എന്ത് എഴുതുന്നു? 20 എഴുതുന്നു. ഇനി ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 4 ആണ് ഇവിടെ ഉള്ളത്, താഴെയും 4 തന്നെ വരുന്നു. 0 + 0 എന്ന് പറയുന്നത് 0. 5 + 2 7, ഇവിടെ 2 ആണ്. 2704 കിട്ടും. അപ്പൊ 52ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2704 ആണ് അല്ലെ. നമ്മൾ കാണുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. 52നെ 52 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതുന്നതിന് പകരം ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത് 5 എടുക്കുന്നു. 5ന്റെ സ്ക്വയർ എഴുതി 25. 2 ഡിജിറ്റ് തന്നെ എഴുതാൻ നോക്കുക. 2ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന 4 അല്ല 0 4 എഴുതുന്നു. 2 ഡിജിറ്റ് നമ്പർ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 3 ഡിജിറ്റുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 5 × 2 10, 10 × 2 20. ആ 20 എവിടെ എഴുതണം? ഫസ്റ്റ് യൂണിറ്റ് പ്ലേസ് നമ്മൾ മാറ്റി അതിന് തൊട്ടടുത്തുള്ള ടെൻസ് പ്ലേസ് മുതൽ നമ്മൾ എന്ത് എഴുതണം? ബാക്കി ഇവിടെ കിട്ടിയ മൾട്ടിപ്ലിക്കേഷന്റെ ആൻസർ അതാണ്. ആ ഡിജിറ്റ് അവിടത്തേക്ക് എഴുതുക. 20 ആണ്. 2 ഡിജിറ്റ് ആയതുകൊണ്ടാണ് 0 2 അവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 4 അതുപോലെ എഴുതുന്നു. 0 + 0 0, 5 + 2 7, 2 എഴുതി. 2704 അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഏതൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻസർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊരു നമ്പർ എടുക്കാം. നമുക്ക് 84 സ്ക്വയർ എടുക്കാം. 100-ന് അടുത്തുള്ള നമ്പർ ആണ്. പക്ഷെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 84 എന്താ വരുന്നത്? ഫസ്റ്റ് 8 വരുന്നു, പിന്നെ 4, 8ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ, 8ന്റെ സ്ക്വയർ 4. 8ന്റെ സ്ക്വയർ നമുക്കറിയാം 64 ആണ്. 8ന്റെ സ്ക്വയർ വരുന്നത്. 4ന്റെ സ്ക്വയർ വരുന്നത് 16 ആണ്. 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് 6414 അല്ലെ. ഇനി ചെയ്യേണ്ടത് എന്താ? 3 ഡിജിറ്റ് 8 × 4 × 2 മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാം 4 × 2 എന്ന് പറയുന്നത് 8 തന്നെയാണ്. 8 × 8 64 കിട്ടും. അല്ലെങ്കിൽ 8 × 4 അല്ലെ 32 × 2 64. ഇവിടെ കിട്ടുന്നത് 64 ആണ്. യൂണിറ്റ് പ്ലേസ് നമ്മൾ മാറ്റി നിർത്തിയിട്ട് 64 ബാക്കി താഴെ എഴുതും. ടെൻസ് പ്ലേസ് മുതൽ താഴോട്ട് എഴുതും. തമ്മിൽ ആഡ് ചെയ്യും അല്ലെ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 ഇവിടെ എഴുതി.
4 + 1 5 എഴുതി, 6 + 4 10 എഴുതി, 1 ബാലൻസ് ഉണ്ട്, 6 + 1 7 7056 ഇതായിരിക്കും 84ന്റെ സ്ക്വയർ. 84 സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു നമ്പറാണ് അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് 2 ഡിജിറ്റ് ഏത് വന്നു കഴിഞ്ഞാലും ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 73 × 73 അല്ലെ, വലിയൊരു നമ്പറാണ്. അപ്പൊ 73 × 73 ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് സ്ക്വയർ ആണ്, സ്ക്വയർ തന്നെ അതുപോലെ തന്നെ എഴുതിയിട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. സ്ക്വയർ എന്ന് തന്നെ എഴുതാം, which is equal to ആദ്യം ചെയ്യേണ്ടത് 7 7ന്റെ സ്ക്വയർ 749 ആണ്. 3യുടെ സ്ക്വയർ നമുക്കറിയാം 9 ആണ്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, 09 എഴുതണം. അത് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റും തമ്മിലുള്ള മൾട്ടിപ്ലൈ 7 × 3 × 2 7 × 3 21 ആണ്. 21 × 2 42 കിട്ടും അല്ലെ, 42. ആ 42 എവിടെ എഴുതണം, ഫസ്റ്റ് ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഡിജിറ്റിന്റെ താഴെ 42 എഴുതി. 9 എഴുതുന്നു, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9, പിന്നെ 0 + 2 2 ആണ്. 9 + 4 എന്ന് പറയുന്നത് 13 ആണ്. 1 ബാലൻസ് ഉണ്ട് അല്ലെ. 4 + 1 5 കിട്ടും. ആൻസർ 5329. അപ്പൊ സ്ക്വയർ ഓഫ് 73 എന്ന് പറയുന്നത് 5329 കിട്ടും അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ബേസിക് മെത്തേഡ് ഓഫ് അല്ലെങ്കിൽ ബേസിക് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ബാക്കിയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് വരുന്നത് വരെ